ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കം. മാൾഡോവ, നോർത്ത് മാസഡോണിയ, റൊമാനിയ എന്നീ രാഷ്ട്രങ്ങൾ സന്ദർശിക്കും. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിൽ മിന്നൽ പ്രളയം. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ ലോകം. കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. മത്സരം കാണാൻ കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം ഇന്ത്യയുടെ PV സിന്ധുവിന്. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ മാൾഡോവയിലെത്തുന്ന രാഷ്ട്രപതി പ്രസിഡന്റ് മായ സന്തുവുമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്യും. ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി മാൾഡോവ സന്ദർശിക്കുന്നത്. ചൊവ്വാഴ്ച നോർത്ത് മാസഡോണിയയിലെത്തുന്ന രാഷ്ട്രപതി നോർത്ത് മാസഡോണിയൻ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. മാസഡോണിയൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി അടക്കമുള്ളവരുമായി ശ്രീമതി മുർമു കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ വ്യാഴാഴ്ച ശ്രീമതി മുർമു റൊമാനിയയിലെത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം പാർലമെന്റ് സമുച്ചയത്തിൽ ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, രാജ്യസഭയിലെ സഭാ നേതാവ് JP നഡ്ഡ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിശദാംശങ്ങളിലേക്ക്. സർവകക്ഷി യോഗം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, DMK, JMM, തൃണമൂൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി എന്നിവരെ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും പ്രതിഷേധ സൂചകമായി യോഗം ബഹിഷ്കരിച്ചതായി തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര മാധ്യമങ്ങളോട് പറഞ്ഞു. യോഗത്തിൽ പങ്കെടുക്കുന്ന നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി ഓഫ് ഇന്ത്യ അംഗീകൃത പാർലമെന്ററി പാർട്ടിയല്ലെന്നും അവർ ആരോപിച്ചു. എന്നാൽ പ്രതിഷേധം രേഖപ്പെടുത്തിയതിനു ശേഷം കോൺഗ്രസ് MP ജയറാം രമേശ്, CPIM നേതാവ് ജോൺ ബ്രിട്ടാസ്, JMM മഹുവ മാജി, തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര എന്നിവരുൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങൾ നിലവിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വരുന്ന വർഷകാല സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട നിരവധി നിയമനിർമ്മാണങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പാസാക്കുന്നതിനുമായി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ യോഗത്തിലൂടെ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കാൻ സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. വർഷകാല സമ്മേളനം നാളെ ആരംഭിച്ച് അടുത്ത മാസം 13 വരെ തുടരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സ്വാതന്ത്ര്യ സമര സേനാനി മംഗൾ പാണ്ഡെയുടെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ജന്മനാടിന്റെ അഭിമാനവും അന്തസ്സും കാത്തുസൂക്ഷിക്കാൻ മംഗൾ പാണ്ഡെ ജീവൻ ബലി നൽകിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ ധീരതയും ത്യാഗവും ഇന്നും ഓരോ ഇന്ത്യക്കാരനിലും അഭിമാനം നിറയ്ക്കുന്നുവെന്നും വരും തലമുറകൾക്കും പ്രചോദനമായി തുടരുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും മംഗൾ പാണ്ഡെയ്ക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സാൻസിബാർ പ്രസിഡന്റുമായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഫ്രിക്കൻ രാഷ്ട്രമായ ടാൻസാനിയയിലെ അർദ്ധ സ്വയംഭരണ പ്രദേശമാണ് സാൻസിബാർ. ഉന്നത വിദ്യാഭ്യാസം, ജലവിതരണം, ആരോഗ്യം, നിർമ്മിത ബുദ്ധി അടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ത്യ ടാൻസാനിയ ബന്ധം വളർത്താനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആരോഗ്യമുള്ള അമ്മമാരിലും പോഷകാഹാരം ലഭിക്കുന്ന കുട്ടികളിലുമാണ് ഇന്ത്യയുടെ അടിത്തറ നിലകൊള്ളുന്നത് എന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി. ശരിയായ പോഷകാഹാരം അമ്മയുടെ ആരോഗ്യം സംരക്ഷിക്കുക മാത്രമല്ല വരും തലമുറകൾക്ക് ശക്തമായ അടിത്തറ പാകുകയും ചെയ്യുന്നതായും കേന്ദ്രമന്ത്രി വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി. गर्भावस्था से लेकर बच्चे के 2 वर्ष पूरे होने तक के पहले 1000 दिन उसके पूरे जीवन की दिशा तय करते हैं, क्योंकि आज का मातृ पोषण ही कल के स्वस्थ, सक्षम और विकसित भारत की सबसे मजबूत नींव है. आइए हम सब मिलकर संकल्प लें, मातृ पोषण की डोर उज्जवल भविष्य की ओर. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി പനാമയുടെ വിദേശകാര്യമന്ത്രി ന്യൂഡൽഹിയിലെത്തി. കേന്ദ്രമന്ത്രിമാര ഡോക്ടർ S ജയശങ്കർ, പീയൂഷ് ഗോയൽ എന്നിവരുമായി അദ്ദേഹം നാളെ കൂടിക്കാഴ്ച നടത്തും. പൊതു താൽപര്യം, മൂല്യങ്ങൾ എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു അടുത്ത ബന്ധമാണ് ഇന്ത്യയ്ക്കും പനാമയ്ക്കും ഇടയിലുള്ളതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്ക് മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്ന് മുന്നറിയിപ്പുണ്ട്. മേഘവിസ്ഫോടനവും ശക്തമായ മഴയും മൂലം ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിൽ മിന്നൽ പ്രളയം. പ്രദേശത്തെ നദികളിൽ ജലനിരപ്പ് സാധാരണയിലും ഉയർന്ന നിലയിലാണ്. മൺവീടുകൾ തകരുകയും നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോവുകയും ചെയ്തു. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ജമ്മു ഡിവിഷനിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രജൌരി ജില്ലയിലുണ്ടായ പ്രളയ സാഹചര്യം വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എന്നിവരുമായി സംസാരിച്ചു. ദുരന്ത ബാധിതരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാവിധ സഹായങ്ങളും ശ്രീ ഷാ ഉറപ്പു നൽകി. മോശം കാലാവസ്ഥയെ തുടർന്ന് ജമ്മുകാശ്മീരിലെ പഹൽഗാം, ബാൽതാൽ റൂട്ടുകളിലൂടെയുള്ള അമർനാഥ് യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. ഈ മാസം 3-ന് ആരംഭിച്ച യാത്ര ഓഗസ്റ്റ് 28-ന് സമാപിക്കും. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് ജമ്മുകാശ്മീരിലെ വൈഷ്ണോദേവി യാത്രയും താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ വിജയികളെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഇന്ന് അർദ്ധരാത്രി 12:30-ന് അർജന്റീനയും സ്പെയിനും കലാശ പോരാട്ടത്തിൽ ഏറ്റുമുട്ടും. ആകാശവാണി പ്രതിനിധി സുരേഷ് എടപ്പാൾ തയ്യാറാക്കുന്ന റിപ്പോർട്ട്. ന്യൂയോർക്കിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലെ ഇന്നത്തെ പോരാട്ടം വിശ്വ കിരീടത്തിന് വേണ്ടിയുള്ളതാണ്. ഈ ലോകകപ്പിലെ 104ാമത്തെ മത്സരം. കിരീടം നിലനിർത്താൻ ഉറച്ച അർജന്റീന 2010 ആവർത്തിക്കാൻ സ്പാനിഷ് ടീം. ഇരുവശത്തും ശക്തരും പ്രതിഭാസമ്പന്നരുമായ താരങ്ങൾ. ലോക ഫുട്ബോളിലെ എക്കാലത്തെയും സൂപ്പർ താരം മെസ്സി അർജന്റീനയുടെ പടനായകൻ. 19ന്റെ ചുറുചുറുക്കും വേഗതയും കൈമുതലുള്ള ലെമിൻ യമാൽ സ്പെയിനിന്റെ കുന്തമുന. വിജയം നേടിയേ മടങ്ങൂ എന്ന് പ്രഖ്യാപിച്ച തുല്യ ശക്തികളുടെ മുഖാമുഖം ഇന്നത്തെ കലാശപ്പോരിന്റെ വീറും വാശിയും ഇരട്ടിയാക്കുന്നു. ലോകകപ്പ് ഫുട്ബോൾ മത്സരം ഇന്ന് അർദ്ധരാത്രി നടക്കുന്നതിനാൽ കായിക പ്രേമികളായ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M ജോണും സമൂഹമാധ്യമത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം PV സിന്ധുവിന് കന്നി ജപ്പാൻ ഓപ്പൺ കിരീടം. ഇതോടെ ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി സിന്ധു മാറി. ഫൈനലിൽ 3 തവണ ലോക ചാമ്പ്യനായ അകാന യമഗുച്ചിയെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് തകർത്താണ് സിന്ധുവിന്റെ കിരീട നേട്ടം. ഇന്ത്യ-ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ 3ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ലണ്ടനിലെ ലോർഡ്സിൽ നടക്കും. വൈകുന്നേരം 3:30-നാണ് കളി. പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ മത്സരം വീതം ജയിച്ചിട്ടുള്ളതിനാൽ ഇന്നത്തെ ഫലം നിർണായകമാണ്. ആഴ്ചയിൽ 1 മണിക്കൂർ സൈക്കിൾ ചവിട്ടുന്നത് ശാരീരിക ക്ഷമത നിലനിർത്താനും വായുമലിനീകരണം കുറയ്ക്കാനും രാജ്യത്തിന്റെ ഇന്ധന സമ്പത്ത് സംരക്ഷിക്കാനും സഹായിക്കുമെന്ന് കേന്ദ്ര യുവജന കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ 82ാമത് സൺഡേ ഓൺ സൈക്കിൾ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ ഞായറാഴ്ചയും 1 മണിക്കൂർ സൈക്കിൾ ചവിട്ടാനായി മാറ്റിവെക്കണമെന്ന് ശ്രീ മൻസുഖ് മാണ്ഡവ്യ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. പശ്ചിമേഷ്യയിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾ കണക്കിലെടുത്ത് അമേരിക്കൻ പൌരന്മാർക്കായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആഗോള യാത്രാ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. മേഖലയിൽ വർദ്ധിച്ചുവരുന്ന സൈനിക നടപടികൾക്കിടയിൽ സങ്കീർണമായ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കം. മാൾഡോവ, നോർത്ത് മാസഡോണിയ, റൊമാനിയ എന്നീ രാഷ്ട്രങ്ങൾ സന്ദർശിക്കും. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിൽ മിന്നൽ പ്രളയം, സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ ലോകം. കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. മത്സരം കാണാൻ കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം ഇന്ത്യയുടെ PV സിന്ധുവിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.